പാലാ കൊട്ടാരമുറ്റത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെയും വെള്ളം കയറിയിട്ടുണ്ട്. റോഡ് തോട് പോലായി കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ പൊക്കം വെള്ളമുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച റാന്നിയിലെ ഈ ഒരു ഇട റോഡിൻ്റെ ഭാഗത്ത് വെള്ളം ഏകദേശം ഒരു നിലയുടെ മുക്കാൽ ഭാഗത്തോളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാലയിൽ നിന്ന് റാംഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റാംഷ, പാലയിലെ കാഴ്ച എന്താണ്? അവിടെ ടൗണിൽ തന്നെ ഈ കൊട്ടാരമുറ്റത്ത് വെള്ളം കയറിയിട്ടുണ്ട്. കടകളിലേക്കൊക്കെ വെള്ളം കയറിയോ? ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണോ? ഡോക്ടർ, നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഇത്രയും വെള്ളം കയറിയിരുന്നില്ല. റോഡിൽ അത്യാവശ്യം വാഹനങ്ങളൊക്കെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആകുന്നു നമ്മളിവിടെ എത്തിയിട്ട്. പക്ഷേ അതിനകം തന്നെ ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ബിൽഡിങ്ങിന് അപ്പുറത്താണ് മീനച്ചിലാറുള്ളത്. മീനച്ചിലാറ്റിൽ നിന്നാണ് ഇപ്പോൾ വെള്ളം ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ടൗൺ ഏരിയ ആണ്. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. ആ കാണുന്നത് ബസ് സ്റ്റാൻഡിലൊക്കെ പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഇവിടുത്തെ കടകളിലേക്കെല്ലാം വെള്ളം ഇരച്ചെത്തുകയാണ്. രാത്രി നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായി ഇവിടെ മഴ അല്പം ശമിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളം കയറുന്നത്, പുഴയിൽ നിന്ന് വെള്ളം കയറുന്നത് ശക്തമായി കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കടകളിൽ, സമീപത്തെ ഈ ടൗണിലുള്ള കടകളിലേക്കെല്ലാം വളരെ പെട്ടെന്നാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നവർക്ക് സാധനങ്ങൾ ആ നിലയിൽ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കാരണം രാത്രി കട പൂട്ടിപ്പോയതാണ്. രാവിലെ വിവരമറിഞ്ഞ് എത്തുമ്പോഴേക്കും കടകളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ പലരും കടകളിൽ നിന്ന് സാധനങ്ങൾ എടുത്തു മാറ്റാൻ വേണ്ടി രാവിലെ എത്തി അത്തരത്തിൽ സാധനങ്ങളുമായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ആ നിലയിൽ കടകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ചേട്ടാ, ഇവിടെ നേരത്തെ വെള്ളം കയറുന്നുണ്ട്. എത്ര സമയമായി? ഇപ്പം രാവിലെ മുതൽ വെളുപ്പിനെ മുതൽ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട് കയറാൻ തുടങ്ങിയിട്ട്. പിന്നെ അവിടുത്തെ കടകളെല്ലാം വെള്ളത്തിലായി. ഇങ്ങോട്ട് വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ബസ് സ്റ്റാൻഡ് അല്ലേ? അത് ബസ് സ്റ്റാൻഡാണ്. നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. മഴ കുറേ സമയമായോ മഴ ശക്തമായി പെയ്യുന്നു? ഇല്ല, മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. കിഴക്കൻ മേഖലയിലും സാധാരണയിലും കൂടുതൽ വെള്ളം വരവുണ്ട്. ആ സാഹചര്യത്തിൽ പാലായിൽ വലിയൊരു വെള്ളപ്പൊക്കം തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇവിടെ സാധാരണ രീതിയിൽ ഈ പാലായിൽ വെള്ളം കയറുന്ന സമയത്ത് മറ്റ് കിഴക്കോട്ട് വെള്ളം പൂർണ്ണമായി നല്ല രീതിയിൽ താഴുന്ന ഒരു അവസരമുള്ള ഇതിപ്പോൾ ആ സിറ്റുവേഷൻ അല്ല ഉള്ളത്. ഇവിടെ ഹെലികാം ദൃശ്യങ്ങൾ കൂടി, ആകാശ കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. പാലാ നഗരത്തിലുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. പാലാ നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വെള്ളം ഏകദേശം നിറഞ്ഞു തന്നെ ഒഴുകുകയാണ്. പാലയിൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നഗരത്തിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് നഗരത്തിൽ മധ്യത്തിൽ കൊട്ടാരമുറ്റം ഭാഗത്തൊക്കെ നല്ലതുപോലെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. ഹെലികാം ദൃശ്യങ്ങളാണ്, ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഷ്ണു ദിനേശ് പാല പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഞങ്ങളുടെ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് വിഷ്ണു ദിനേശ് പാല പകർത്തിയ ദൃശ്യങ്ങളാണ് പാലയിൽ നിന്നും തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശ കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം മഴ പെയ്തിട്ടുണ്ട്, എത്രത്തോളം വെള്ളം അവിടെ കയറിയിട്ടുണ്ട് എന്നുള്ളത് ആ ആകാശ ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്കറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കാണുന്നത് പാലാ നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ നഗരത്തിൻ്റെ ഭാഗം വിട്ടങ്ങോട്ട് പോകും തോറും വെള്ളം കയറി കിടക്കുകയാണ്. ഇപ്പോൾ റാംഷയുണ്ട്. റാംഷ, ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളിൽ പാലയിൽ കൊട്ടാരമുറ്റത്തും ആ പാലാ നഗരത്തിലുമുള്ള ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു. അല്പം ആശങ്ക ഉയർത്തുന്നതാണ് ദൃശ്യങ്ങളല്ലേ? തീർച്ചയായും അല്പമെന്നല്ല, കുറച്ചധികം ആശങ്ക ഉയർത്തുന്ന ദൃശ്യങ്ങളാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെ എത്തുമ്പോൾ ഇത്രയധികം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നില്ല. കാറിനും ബൈക്കിനും ഒക്കെ പോകാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ആ ലോറി പോകുമ്പോൾ ആ ലോറിയുടെ ടയർ പൂർണ്ണമായും മുങ്ങുന്ന നിലയിലാണ്. ഇപ്പോൾ ആ ഉയരത്തിൽ വെള്ളം കയറി കഴിഞ്ഞു. വളരെ പെട്ടെന്നാണ് വെള്ളം കയറുന്നത്. ഒരു മണിക്കൂർ സമയം കൊണ്ട് ഇവിടെ ഒരു മുട്ടറ്റം വെള്ളം ഇപ്പോൾ തന്നെ ഈ പ്രദേശത്ത്, ഈ ബസ് സ്റ്റാൻഡ് പ്രദേശത്തൊക്കെ കയറി കഴിഞ്ഞു. കടകളിലേക്കെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് താഴ്ന്ന പ്രദേശത്തുള്ള കടകളിലെല്ലാം ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ വെള്ളം കടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ